പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സെഹിയോൻ, PDM, ASTM, FCM കൂട്ടായ്മയിൽ നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഈ സെഹിയോന്റെ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിച്ച ഈ ശുശ്രൂഷയുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. തുടർന്ന് PDM, ASTM, FCM അതൊരു വലിയ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. വൈദികരും സമർപ്പിതരും ആത്മായ ശുശ്രൂഷകരും ഒരുമിച്ചുള്ള ശുശ്രൂഷ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. 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 ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരിൽ ഈ എല്ലാ ഗണത്തിൽപ്പെട്ട ശുശ്രൂഷകരും ഉണ്ട്. അവരെല്ലാം നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. സെഹിയോനിലുള്ള ശുശ്രൂഷകര്, അതേപോലെ തന്നെ ഞാൻ പിന്നെ തുറന്ന് പറഞ്ഞ ഓരോ മേഖലയുള്ളവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അഭിഷേകാന്തി ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കാര്യം പുതിയ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊന്ന് ഓർപ്പിക്കുകയാണ്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി എന്നിട്ട് ഞായറാഴ്ച നിങ്ങൾ അഭിഷേകാന്തി കൂടെ കർത്താവ് പ്രത്യേകം ഇടപെട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നിയോഗം വെക്കണം. അഭിഷേകാന്തി കാണുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നിയോഗം വെക്കണം. നമ്മളെയും കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ശുശ്രൂഷയ്ക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ജനനം, ആത്മാവിൽ നിന്നൊരു ജനനത്തിന് വേണ്ടി നന്നായിട്ട് ആഗ്രഹിക്കാം. അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്, അളവ് കൂടാതെയാണ് കൊടുക്കുന്നത്. ചോദിക്കുന്നതിലും കൂടുതലേ തരുള്ളൂ. എല്ലാ ദിവസവും ഒരു പന്തക്കൊസ്ത അനുഭവം നമുക്ക് വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വർഷിച്ച് കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു പുതിയ പന്തക്കൊസ്ത, ഒരു പുതിയ ജനനം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ഉണർവ് ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. കൈകളടിച്ച് പാടാവോ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണം. ആവർത്തിച്ച്. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണം. കൈ ഉയർത്തി കൈയടിച്ച്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പരിശുദ്ധാത്മ സഹായം ഏത് മേഖലയിലാണ് ഇവർക്ക് കുറവുള്ളത്, ആവശ്യമുള്ളത്, ആ മേഖലയിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമെന്ന് പ്രത്യേകം മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാന്തമായി പെരുമാറാൻ പറ്റുന്നില്ല, ക്ഷമയോടെ സംസാരിക്കാൻ പറ്റുന്നില്ല, എഴുത്തുചാരി പൊട്ടിത്തെറിക്കുന്നതിന് പ്രകൃതം ഉണ്ട്. കർത്താവേ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അവിടെ വർഷിക്കണമേ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവ്, ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എപ്പോഴും ഭയമാണ്, ധൈര്യം കിട്ടുന്നില്ല, ഒരു മുന്നോട്ട് പോകാൻ ഒരു ഉണർവ് കിട്ടുന്നില്ല, ആത്മധൈര്യമില്ല. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഡ്രൈവിംഗ് നടന്ന് ഒന്നിനും ഒരു ധൈര്യമില്ല. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആ മേഖല വന്ന് നിറയണമേ.
അപ്പസ്തോലന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ആ മേഖല വന്ന് നിറയണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രത്യേകിച്ച് കർത്താവ് രോഗപീഠകൾ, മാനസിക പീഡകൾ, കർത്താവ് ആത്മാവിന്റെ പീഡകൾ, ഈ മേഖലയിൽ ആത്മാവിന് വിടുതൽ കൊടുക്കട്ടെ. എന്റെ പൊന്ന മക്കളെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ആ മേഖലകളിൽ ശെഗിയോൻ മാലയിൽ നിറഞ്ഞ ആത്മാവ് വ്യാപരിക്കുന്നു. സിഹിയോൻ ശാല തന്നിൽ ഈനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സിഹിയോൻ ശാല തന്നിൽ ഈനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും തരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണം. ഒരു അഗ്നി സ്നാനം. സഹനം നിറയും തരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണം. കൈ ഉയർത്തി ദാഹിച്ചു പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് ആ മേഖലയിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേഗത്തിൽ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അനേക ഹൃദയങ്ങൾ ആത്മാവ് സ്പർശിക്കുന്നു. ഹല 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 ഹല. പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഹൃദയങ്ങൾ പരിശുദ്ധാത്മ ഉണർവ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല 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 ഹല. ഹൃദയങ്ങൾ ഇപ്പോൾ ഈശോ തുറന്നു തരുന്നു. ആരാധന 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 ആരാധന. ഹല ഹല ഹല. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. അഭിഷേകത്തിന്റെ അന്ധകാരത്തെ വിട്ടുമാറുന്നു. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടി പന്തക്കുസ്തയ്ക്ക് ഒരുക്കിയത് പോലെ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് വിശ്വസിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. എല്ലാവരും ബൈബിളൊക്കെ തുറന്ന് നോട്ട്ബുക്കൊക്കെ എടുത്ത്, പ്രത്യേകിച്ച് കുട്ടികൾ തയ്യാറായിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്യാത്തവരെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കും. വിഷയം ഇതാണ്: പരീക്ഷണ കാലത്ത് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ,
യൂട്യൂബൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ചെയ്യേണ്ടത്, മഴക്കാലത്ത് ചെയ്യേണ്ടത്, ഇന്നേന രോഗങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ, ലേഖനങ്ങൾ പലത്. അല്ലെങ്കിൽ കോവിഡ് പോലത്തെ രോഗം വരുമ്പോൾ ചെയ്യേണ്ടത് എന്ത്, അല്ലേ? അങ്ങനെ ഓരോ മേഖലകളിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ന് പറയുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യേശുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലാണെങ്കിൽ പരീക്ഷണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. 66-ാമത്തെ സങ്കീർത്തനത്തിൽ 10-ാമത്തെ തിരുവചനം, വചനം നമുക്ക് സ്ക്രീനിൽ വരും, നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സങ്കീർത്തകൻ വലിയ സന്തോഷത്തോടെ പറയുകയാണ്, വലിയ ആനന്ദത്തോടെ രേഖപ്പെടുത്തുകയാണ്, ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, വെള്ളി എന്നതുപോലെ പരിശോധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണ കാലം എന്ന് പറയുന്നത്, പരിശോധനയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇരുണ്ട യുഗമല്ല, ഒരു അന്ധകാരത്തിൻ്റെ ദിനങ്ങളല്ല. അത് വലിയൊരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ സമയമാണെന്ന് ദൈവം അതിനെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ പരീക്ഷണ കാലഘട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മാറ്റണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ തന്നെ വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് അവിടുത്തെ വചനങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ ഇവരനുസരിക്കുമോ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടി മരുഭൂമി കാലഘട്ടത്തിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർത്തോണം. അതൊരു നല്ല കാലഘട്ടമാണ്, അത് മറന്നു പോകരുത്. അത് പിടിച്ചു നിൽക്കാൻ ബലം നൽകും. ഇനിയും അങ്ങനെ പലതും വരും, അത് ഓർമ്മയിൽ നിന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ, മരണത്തിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതിന് കാരണമുണ്ട്. ഇത് ചുമ്മാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ അങ്ങനെ വിചാരിക്കരുത്. വിശുദ്ധ പൗസ്തീന്റെ ഡയറിയിൽ 96-ാമത്തെ ഖണ്ഡികയിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്, ആരെയാണ് പരീക്ഷിക്കുന്നത്? ദൈവത്താൽ പ്രത്യേകം സ്നേഹിക്കപ്പെടുന്ന ആത്മാവിന് ദൈവം പരീക്ഷണങ്ങൾ അയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു ദൈവ പൈതൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനുള്ള ഒരടയാളമാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കൺസെപ്റ്റ് നേരെ തിരിച്ചാണ്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരുന്നുണ്ട്, ദൈവം നമ്മളെ സ്വീകാര്യനായി കണക്കാക്കി. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ജോബിനെ കർത്താവ് അതുപോലെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അതുപോലത്തെ പരീക്ഷണങ്ങളിലൂടെ കടത്തി വിടുകയാണ്. ഫൗസ്തീൻ ഇതേ കാര്യം വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്? യാക്കോബ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 1:3, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഏത് വഴിക്ക് പരീക്ഷണം വന്നാലും അത് അവസാനം ചെന്ന് മുട്ടുന്നത് നമ്മുടെ വിശ്വാസത്തിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഏത് വഴിക്ക് വന്നാലും, ഉദാഹരണം പറയാം, ഒരു വ്യക്തി പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുന്നു. അപ്പോൾ എന്തിലാ ചെന്ന് മുട്ടുന്നത്? വിശ്വാസം പതുക്കെ കുറയുന്നില്ല. വേറൊരു വ്യക്തി നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല കൃപയിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പെട്ടെന്ന് ഒരു അകാല മരണം കുടുംബത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു തകർച്ച. അപ്പൊ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടിത് നോക്കിയേ, വിശ്വാസത്തിൽ ചെന്ന് മുട്ടുകയാണ്. ചില വഴികളുണ്ട്, ഏത് വഴിക്ക് പോയാലും കറക്റ്റ് ഒരു സ്പോട്ടിൽ തന്നെ എത്തും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഇട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പോയിന്റ് ഇടുകയാണ്, ഒരു സ്ഥലപ്പേര് അടിച്ചു കൊടുത്താൽ പല വഴികൾ കാണിക്കും. ഈ പല വഴികളിൽ പോയാൽ കറക്റ്റ് ഒരു സ്പോട്ടിൽ പോയി എത്തും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏതിൽ വന്നാലും അവസാനം വരുന്നത് വിശ്വാസത്തിലാണ്. ഒരു രോഗം ബാധിക്കുമ്പോൾ അത് വിശ്വാസത്തിൽ ചെന്ന് മുട്ടുകയാണ്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ സ്വഭാവമുള്ള ജീവിത പങ്കാളി ലഭിക്കുമ്പോൾ നോക്കിയേ, വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, പരീക്ഷണ ഏത് വഴിക്ക് പോയാലും സംഗതി ചുരുക്കത്തിൽ ഇത് ടച്ച് ചെയ്യുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും എന്തിലെയാണ്? വിശ്വാസത്തിലാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ വിശ്വാസം അങ്ങോട്ട് പ്രത്യേക അവസ്ഥയിലെ ഹൃദയം കഠിനമായി പോകാം. ഇതൊക്കെ സംഭവിക്കാം, പോസിബിലിറ്റീസ് ആണ്. അങ്ങനെ ആവരുത്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 3:8, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ചിലപ്പോൾ അതികഠിനമായ പരീക്ഷണങ്ങൾ നമ്മുടെ കടന്നു പോകുമ്പോൾ ഹൃദയം കഠിനമാകാം, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ബി കെയർഫുൾ, ടേക്ക് കെയർ. വിശുദ്ധ പൗലോസിന്റെ ഡയറിയിൽ 96-ാമത്തെ ഖണ്ഡികയിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നവർക്കാണ് ചില പരീക്ഷണങ്ങൾ അനുവദിക്കുന്നത് പറഞ്ഞിട്ട്, അതേ ഡയറിയിൽ 97-ാം ഖണ്ഡികയിൽ ഈ പരീക്ഷണം എവിടെയാണ് ചെന്ന് മുട്ടുന്നതെന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ആഘാതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരീക്ഷണങ്ങളുടെ ആഘാതത്തിൽ വിശ്വാസം അടിപതറുന്നു, പോരാട്ടം രൂക്ഷമാകുന്നു. ദൈവത്തിൽ പിടിച്ചു നിൽക്കാൻ ആത്മാവും മാനസികമായി വളരെ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ അനുമതിയോടെ സാത്താൻ കൂടുതൽ അടുക്കുന്നു. പ്രത്യാശയും സ്നേഹവും പരീക്ഷിക്കപ്പെടുന്നു. അപ്പൊ നോക്കിയേ, ദൈവിക പുണ്യങ്ങൾ, ഈ പരീക്ഷണങ്ങൾ ദാരുണമാണ്. ദൈവം രഹസ്യത്തിൽ ആത്മാവിനെ സഹായിക്കുന്നു. എന്നാൽ ആത്മാവ് അത് അറിയുന്നില്ല. ഈ സഹായമില്ലെങ്കിൽ അതിന് ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല. എത്രമാത്രം ഒരാത്മാവിനെ സഹിക്കാൻ പറ്റുമെന്ന് ദൈവം നന്നായി അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ തുടക്കം അതിന് നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കത് എളുപ്പം കിട്ടും. ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ സാമ്പത്തിക മേഖലകളിൽ, അതേപോലെ കുടുംബ ജീവിതത്തിൽ, മക്കളുടെ കാര്യത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ സഭയിലെ പ്രശ്നങ്ങൾ, അത് ഇത് ഇങ്ങനെയെല്ലാം വിശ്വാസം അട്ടിപ്പതറാൻ തുടങ്ങും, പോരാട്ടം രൂക്ഷമാകും. കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ദൈവത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. കണ്ടോ? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ അനുമതിയോടെ, ജോബിൻ്റെ കേസിൽ എന്നതുപോലെ സാത്താൻ ദൈവത്തിൻ്റെ അനുമതിയോടെ നോക്കിയേ കൂടുതലായി അടുക്കുന്നു. ജോബിൻ്റെ ഓരോരോ മേഖലകളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, മക്കളുടെ കാര്യങ്ങളിൽ, ജീവിത പങ്കാളിയുടെ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ ഓരോ പിടുത്തം വരികയാണ്. അപ്പൊ അടുത്തത് പ്രശ്നം, പ്രത്യാശയും സ്നേഹവും പരീക്ഷിക്കപ്പെടുന്നു. വിശ്വാസം, ശരണം, ഉപവി, 3 ദൈവിക പുണ്യങ്ങളിലും അടിപതറാൻ വേണ്ടിയുള്ള നോക്കലാണ്. അവിടെയാണ് പിടിച്ചു നിൽക്കേണ്ടത്. എന്നിട്ട് വെളിപ്പെടുത്താം, ഇത് അതിദാരുണമാണിത്. അവിടെ നമ്മൾ വിഷമിക്കരുത്. അതാണ് അടുത്ത സെൻസ്. ദൈവം രഹസ്യത്തിൽ ഈ ആത്മാവിനെ സഹായിച്ചുകൊണ്ടിരിക്കും. കണ്ടോ? ജോബിന് അടിപതറി പോകാൻ പറ്റുന്നില്ല. കാരണം ജോബിനെ ദൈവാത്മാവ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഹായമില്ലെന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുകയല്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അതായത് ഒരാത്മാവിന് എത്രമാത്രം സഹിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് അറിയാം. അതിനനുസരിച്ചാണ് ദൈവം അനുവദിക്കുകയുള്ളൂ.
സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പരീക്ഷണ കാലം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കാലം ശരിയല്ല, നമ്മുടെ സമയം ശരിയല്ല, അങ്ങനെയൊന്നും പോകരുത്. ഇതൊരു നല്ല കാലമാണ്. പരീക്ഷണ കാലം നല്ല കാലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ നന്നായിട്ട് സന്തോഷിക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒട്ടും സന്തോഷം വരാത്ത ഒരു സമയമാണിത്, അല്ലേ? യാക്കോബ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനം, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ തന്നെ സ്കൂൾ കാലം മുതൽ തന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തലവേദനയാണ്. കുട്ടികൾക്ക് ഒരു സന്തോഷമാകട്ടെ. എന്നാൽ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ അത് ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം, കുടുംബപരമാകാം, സാമൂഹികമാകാം, എന്തുമാകാം, നമ്മൾ സന്തോഷിക്കുവിൻ. പക്ഷേ ഈ സന്തോഷിക്കുവിൻ എന്ന് പറയുമ്പോഴും ഒരിച്ചിരി സങ്കടം അതിനകത്ത് വരാം. അതിനകത്ത് വിഷമിക്കേണ്ട, ഒരു വ്യസനം വരാം, ഒരു സങ്കടം വരാം. 1 പത്രോസ് 1:6 വചനം പഠിപ്പിക്കുക. 1 Peter chapter 1 verse 6, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പരീക്ഷണ കാലത്ത് കുറച്ച് വിഷമം വരും, കുറച്ച് സങ്കടം വരും, കുറച്ച് ദുഃഖമൊക്കെ വരും. പക്ഷെ അങ്ങനെ വന്നാലും എബവ് ഓൾ, അല്ലേ, അതിന് മുകളിൽ സന്തോഷിക്കുവിൻ. യാക്കോബ് ശ്ലീഹ പറയുന്ന അതാണ്. പിന്നെ പത്രോസ് ശ്ലീഹ പറയുന്ന അതാണ്. ഈശോ സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. സന്തോഷിക്കുവൻ, 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 സന്തോഷിക്കുവൻ. ആ സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള വികാരങ്ങൾ വരാം. ഈ വ്യസനം വരാം, പരിഭ്രമം വരാം. പരിഭ്രമം, എന്ത് ചെയ്യും, ആകെ ഒരു വെപ്രാളോ, ഇതൊക്കെ വരാം. 1 പത്രോസ് 4:12 വചനമുണ്ട്. 1 Peter chapter 4 verse 12, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ വ്യസനിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? വ്യസനമാണ് അവിടെ നിന്ന് വരാമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. പരിഭ്രമിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? ആ സമയത്ത് വരാൻ സാധ്യതയുള്ളത് പരിഭ്രമം ആയതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. പ്രധാനമന്ത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും പറഞ്ഞിരിക്കുകയാണ്. ഇന്ന ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകും, ഡോക്ടേഴ്സ് പറയും. ഓരോ മെഡിസിൻ കഴിക്കുമ്പോൾ അതിന് ഇന്നൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും പറയും. അവർ ചില തലകറക്കം ചിലപ്പോൾ വരും. അപ്പം പരിഭ്രമിക്കരുത്, മുൻകൂട്ടി പറയുകയാണ്. സോ പരിഭ്രമിക്കരുത്. എന്താ പരിഭ്രമിച്ചാൽ കുഴപ്പം? പരിഭ്രമിച്ചാൽ കുഴപ്പമുണ്ട്. അതിന് 37-ാം സങ്കീർത്തനം 8-ാം തിരുവചനം, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പരിഭ്രമം വന്നാൽ മൊത്തം പോയിന്ന് കൂട്ടിക്കണം, നേരെ തിന്മയിലേക്ക് പോയി ചാടും. അപ്പൊ വ്യസനിക്കരുത്, പരിഭ്രമിക്കരുത്. പിന്നെ എന്നാ ചെയ്യേണ്ടത്? അതാണ് അടുത്ത കാര്യം. നല്ല ക്ഷമയോടെ സഹിക്കണം. യാക്കോബ് ലേഖനത്തിൽ 1:12 വചനം വെളിപ്പെടുത്തുകയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സഹിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമയില്ലാത്തവന് സഹിക്കാൻ പറ്റില്ല, ക്ഷമയില്ലാത്തയാൾക്ക് സഹിക്കാൻ പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തന്നെ ക്ഷമയോടെ സഹിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിന് നമ്മളെപ്പോഴും ഇറ്റേണിറ്റിയെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടെങ്കിൽ സഹിക്കാനൊക്കെ പറ്റുള്ളൂ, അല്ലേ? ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ നടക്കുമ്പോൾ വേദനയുണ്ട്, പക്ഷേ സഹിക്കാൻ റെഡിയാണ്. കാരണം ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം വരാനിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടത്. ഇതിനു ശേഷം നമ്മൾ സ്വർണം പോലെ പ്രകാശിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക. ആ ഒരു ചിന്ത വേണം. ജോബിന്റെ പുസ്തകത്തിൽ 23:10 വചനം വെളിപ്പെടുത്തുകയാണ്, എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 പത്രോസ് 1:7 പഠിച്ച് അതിനോട് ചേർത്ത്, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ തുടക്കത്തിലേക്ക് വാ. എന്താണ് പരീക്ഷിക്കപ്പെടുന്നത്?
അവിടെ ഇവിടെ പടക്കം പൊട്ടുന്നുണ്ടെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം പരീക്ഷിച്ചപ്പെട്ട് സ്വർണം പോലെ വിശ്വാസം അങ്ങോട്ട് പ്രകാശിച്ചിട്ട് ഇത് നമ്മളെ സ്വർഗത്തിലെത്തിക്കും. അതാണ് സന്തോഷത്തിന്റെ കാരണം. അതാണ് ക്ഷമയോടെ സഹിക്കാൻ കാരണം. പരിഭ്രമിക്കരുത്, വ്യസനിക്കരുത്. കാരണം യാക്കോബ് 1:3-4 വീണ്ടും പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഫൗസ്തീന പറഞ്ഞത് എത്ര കൃത്യമാണെന്നറിയോ? ദൈവത്തിന് സ്വീകാര്യനാണ് എന്നതിന് തെളിവാണിത്. അതാണ് പ്രഭാഷകൻ 2:5. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ സ്വർഗത്തിന് സ്വീകാര്യനാണെന്നുള്ള തെളിവാണ് ഈ പരീക്ഷണങ്ങൾ. വീണ്ടും യാക്കോബ് 1:12 ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളുടെ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നോർക്കണം, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തോടടുക്കുമ്പോൾ സഭ അതികഠിനമായ പരീക്ഷണങ്ങൾ കടന്നു പോകും. ഓരോ വിശ്വാസിയും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും. ആ സമയത്ത് പിടിച്ചു നിൽക്കണം. ഒരു വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടാൽ എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടിയാൽ അതിൽ മുറുകെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന പോലെ, ഒരു പാറക്കെട്ടുന്ന താഴേക്ക് പോയി എവിടെയെങ്കിലും പിടുത്തം കിട്ടിയാൽ അവിടെ അള്ളി പിടിച്ച് കിടക്കുന്നത് പോലെ, വിശുദ്ധ കുർബാനയിൽ അതുപോലെ, വചനത്തിൽ, സഭയിൽ, കൂദാശകളിൽ അതുപോലെ ശരണപ്പെട്ട് പിടിച്ചു നിൽക്കണം. കർത്താവെ സഹായിക്കണമേ, ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം. പൊന്നുമക്കളെ, കരങ്ങൾ ഉയർത്തി വിശ്വാസം, ശരണം, ഉപവി എന്നിവയിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ, യേശുവേ.